പത്തലു, എനിക്ക് ഇതൊക്കെയാ തീരെ ഇഷ്ടപ്പെടാത്തത്. ഇപ്പൊ ഞാൻ സമൂസ കഴിക്കുന്ന സമയമാ, പക്ഷെ ഞാനോ വെള്ളത്തിന്റെ ടാങ്ക് ചുമന്നോണ്ട് നിൽക്കുക. നീ ഈ സമോസ എങ്ങാനും കഴിക്കുന്ന സമയത്ത് തൊണ്ടയിൽ കുടുങ്ങിയ വെള്ളം കുടിക്കണ്ടേ? അതിനു വേണ്ടി അത് അവിടെ വെക്കാൻ പറഞ്ഞു. എന്റെ രാജ്യത്തിൽ ഞാൻ കറങ്ങുന്നു ഒരു സൈക്കിളുമായി ഞാൻ കറങ്ങുന്നു എന്റെ രാജ്യത്തിൽ. ബോക്സറേട്ടാ എഴുന്നേക്ക്. നിങ്ങളൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏഹേ എന്റെ രാജ്യത്തിൽ. ബോക്സറേട്ടാ, ചൂടാവണ്ട. ദേഷ്യം മനുഷ്യന്റെ ശത്രുവാണ്. ദേഷ്യം മനുഷ്യനെ നശിപ്പിക്കും. ഇപ്പോൾ മോട്ടുവാണ് എന്റെ ശത്രു. പത്തലു, രക്ഷിക്കൂ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഞങ്ങൾക്ക് ദേഷ്യം വന്ന് എന്താ സംഭവിക്കുമെന്ന് അറിയോ? കൺട്രോൾ. ദേഷ്യം മനുഷ്യന്റെ ശത്രുവാണ്. നീ ഇതിപ്പോ ബോക്സറോട് പറഞ്ഞല്ലേ ഉള്ളൂ. ഇല്ല, എനിക്കിനി ഇത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. എന്റെ കൂട്ടുകാരനെയാണ് നിങ്ങളിപ്പോ അടിച്ചത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നോ? ഓ, അപ്പോൾ നീയാണോ എന്നെ പരാജയപ്പെടുത്താൻ പോകുന്നത്? ശരി, നാളെ തന്നെ നമുക്കൊരു ബോക്സിംഗ് കോമ്പറ്റീഷൻ ആകാം. ഇന്ന് രാത്രി നിന്റെ അവസാന രാത്രിയായിരിക്കും. പത്തലു, യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരൂ. പെട്ടെന്ന് എന്താ പറ്റിയത് പത്തലു നിനക്ക്? നീ വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? അവൻ എന്നോട് പറയാ ഇന്ന് എന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രി ആയിരിക്കുമെന്ന്. അവസാനത്തെ രാത്രിയോ? അയാള് ശരിക്കും പറഞ്ഞതായിരിക്കോ? നാളെ ഞാനും അയാളുമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി എന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രി ആയിരിക്കും. മോട്ടു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. ഞാൻ എന്തായി കേൾക്കുന്നത്? നീ നാളെ ബോക്സറുമായിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണോ? പൊളിച്ചെടുത്തല്ല. മുകളിലേക്ക് പോവാൻ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ കുഴപ്പമില്ല. പക്ഷേ ഇത്ര വേദന എന്തിനാ അനുഭവിക്കുന്നത്? ഡോക്ടർ ജഡ്ക, ഞാൻ ബോക്സറേട്ടനെ പഠിപ്പിച്ചു ദേഷ്യം മനുഷ്യന്റെ ശത്രുവാണെന്ന്. പക്ഷെ ഞാൻ അത് മറന്നുപോയി. പൊളിച്ചെടുത്തല്ലോ. ഈ ബോക്സിംഗ് കോമ്പറ്റീഷൻ ലോകത്തിലെ ഏറ്റവും ചെറിയ കോമ്പറ്റീഷൻ ആയിരിക്കും. അതെങ്ങനെയാ ചെറിയ കോമ്പറ്റീഷൻ ആവുന്നത്? ബോക്സിന്റെ ഒറ്റ പഞ്ച് പോലെ പത്ലു നേരെ മുകളിലേക്ക് പോയി നമ്മളോട് ടാറ്റ പറയും. രണ്ടാമത്തെ പഞ്ചിന്റെ ആവശ്യം വേണ്ടി വരില്ലല്ലോ. അല്ലെങ്കിലേ ഞാൻ പേടിച്ചിരിക്കുക. നിങ്ങൾ എല്ലാവരും കൂടി വീണ്ടും പേടിപ്പിക്കുകയാണോ? പൊളിച്ചടുത്തല്ലോ. നീ ഇതിനെ കുറിച്ച് വിഷമിക്കരുത്. ബോക്സിംഗ് ചെയ്യുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടോ. ഞാൻ നല്ല ട്രെയിനിങ് തരാം. എന്റെ ട്രെയിനിങ്ങിൽ നീ ബോക്സറിനെ ഒറ്റയടിക്ക് തന്നെ വീഴ്ത്തിരിക്കും. സത്യാണോ? വെരി ഗുഡ്. ഓക്കേ. പത്തലു, എഴുന്നേൽക്കൂ. ഇങ്ങനെ തളരരുത്. ആലോചിക്കൂ. നീ ഒരിക്കൽ ആ ബോക്സറിനെ തോൽപ്പിച്ചാൽ പിന്നീട് ആ ബോക്സർ ജീവിതത്തിൽ ഒരിക്കലും നിന്റെ മുമ്പിൽ തല ഉയർത്തില്ല. എന്റെ പേടി എന്താന്ന് വെച്ചാ എനിക്ക് ഇന്ന് ജീവിതകാലം മുഴുവനും കയ്യും കാലും അനക്കാൻ പറ്റുമെന്നുള്ളതാ.
സോറി, എന്റെ പഞ്ചിന് ഇത്ര ശക്തി കൂടി പോയി. പഞ്ചിങ് ബാഗ് പൊട്ടി താഴെ വീണു. എന്നിട്ട് ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. പത്ലു, നമുക്ക് നാളെ കാണാം. നാളെ കാണാം. ഓ പത്രു, എന്റെ ചങ്ക്, ബോക്സർ ഒരു ഇടി ഇടിച്ചപ്പോ ഭിത്തി ഇങ്ങനെ പൊളിഞ്ഞെങ്കിൽ പിന്നെ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇല്ല ഇല്ല, ഞാൻ ഫൈറ്റ് ചെയ്യില്ല. എന്റെ പത്ലു, നീ താഴെ ഇറങ്ങ്. നാളെ നീ തന്നെ ജയിക്കും. ബി പോസിറ്റീവ്, ബി പോസിറ്റീവ്. രാത്രി മുഴുവൻ നീ ഒന്ന് ആലോചിച്ചാൽ മതി, നീ തന്നെ ജയിക്കുമെന്ന്. നീ ജയിക്കുമെന്ന്. നീ നോയിക്കോ, നീ തന്നെ ജയിക്കും. നീ ജയിക്കും, നീ ജയിക്കും, നീ ജയിക്കും. പത്ലു, നീ എന്നല്ല ഞാനെന്ന് പറ. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. അല്ലെങ്കിൽ തന്നെ പേടിച്ചിട്ട് ഞാൻ കൺഫ്യൂഷനില്ല. എന്നെ ഇനി വീണ്ടും കൺഫ്യൂഷൻ ആക്കണ്ട. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. എങ്ങനെ ജയിക്കാനാ? അമ്മേ, പറഞ്ഞുകൊണ്ടേ ഇരി. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. ബി പോസിറ്റീവ്. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. ഓക്കേ, സ്റ്റാർട്ട്. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. മോട്ടു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. എഴുന്നേൽക്ക് പത്ലു, നീ സ്വപ്നം കാണുകയാണ്. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. ഇത് സ്വപ്നായിരുന്നോ? സ്വപ്നം ഒരിക്കലും സത്യമാവാൻ പോകുന്നില്ല. ഞാൻ നാട്ടിലേക്ക് പോവാ. ഏയ്, നീ എവിടെയും പോകാൻ പോകുന്നില്ല. നീ ബോക്സിംഗ് റിംഗിലേക്കേ വരുള്ളൂ. ബോക്സറേട്ടാ, നിങ്ങളെ മോട്ടുവിനെ തല്ലിയില്ലേ? ആ ദേഷ്യത്തിൽ ഞാൻ വെറുതെ ഒന്ന് ചാലഞ്ച് ചെയ്തതാ. പക്ഷെ എനിക്കിപ്പോ ദേഷ്യമൊന്നുമില്ല. ചെല്ല്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും എന്റെ കൂട്ടുകാരനെ തല്ലരുത്. ഏയ്, അവിടെ നിൽക്കാൻ. സോറി പത്ലു, ഇനി ബോക്സിംഗ് ചെയ്യാതെ യാതൊരു രക്ഷയുമില്ല. മാപ്പപേക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചിങ്കം സാറെ, രക്ഷിക്കേ. ഫൈറ്റ് തുടങ്ങിക്കോളൂ, വേഗം. ആ, എന്റെ അമ്മോ, മമ്മി. ചിങ്കം സാറെ, വാതില് പോലെ എന്റെ മുമ്പിൽ ഇങ്ങനെ തന്നെ നിന്നോ? ഓ, ഞാൻ ഈ വാതിൽ തന്നെ തകർക്കാൻ പോവുകയാ. എന്റെ അമ്മോ. സൂപ്പർ ഫൈറ്റ് നടപടി. എന്റെ അമ്മോ, എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയത്? ഞാനൊരു റെഫറി അല്ലേ? ഫൈറ്റ്, ഫൈറ്റ്. പത്ലു, നീ ഒന്നുകൊണ്ട് പേടിക്കരുത്. ധൈര്യത്തോടെ ഏറ്റുമുട്ടു. നീ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? ഞാൻ വാമപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് ജോഗിങ് ചെയ്തിട്ട് വരാം. റൗണ്ട് 1 കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ റൗണ്ടും കൗണ്ടും ഒന്നുമില്ല. നേരെ ഫൈറ്റിങ്ങും പിന്നെ നോക്കൗട്ടും. ഇതോ ഈ മരുന്ന് കുടിക്ക്. ഇത് കുടിച്ചാൽ നിന്റെ ശക്തി 10 സിംഹത്തിന് തുല്യമാവും. എന്താ, അവന് ടോണിക് കുടിപ്പിക്കുകയാണോ? തരൂ, ഞാൻ കുടിക്കാം ഈ ടോണിക്. അവൻ എന്തായാലും മുകളിൽ പോയാൽ ഇഷ്ടം പോലെ ടോണിക് കിട്ടുമല്ലോ. എന്നെ പോലൊരു 4-5 പേരുണ്ടെങ്കിൽ പോലും അവനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. നീ ധൈര്യമായിട്ട് ചെല്ല്. ആ മരുന്ന് കുടിച്ചുകൊണ്ട് അയാൾക്ക് നിന്നെ 4 ആയിട്ടേ കാണാൻ പറ്റൂ. അപ്പൊ അയാൾക്ക് ആരെ ഇടിക്കണത് പോലും അറിയില്ല ചങ്കേ. നീ ആ സന്ദർഭം നല്ലപോലെ ഉപയോഗിച്ച് അവനെ ഇടിച്ച് തരിപ്പണമാക്കണം പത്ലു. ഈ 4 എണ്ണമൊക്കെ എവിടുന്ന് വന്നു? ഓരോന്നിനെ ആയിട്ട് ഞാൻ നേരിടാം. ഇടിക്ക് പത്ലു, പേടിക്കരുത്. ഏയ്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാ, ഞാൻ നേരിടാം.
പൊളിച്ചെടുത്തല്ലോ. പൊളിച്ചെടുത്തല്ലോ മമ്മി. ഒറ്റയ്ക്ക് വാ. എന്താ എല്ലാവരും കൂടി ചേർന്ന് വരുന്നേ? ഞാൻ തോറ്റിരിക്കുന്നു. ഇനി എന്നെ കൊണ്ട് ബോക്സിംഗ് ചെയ്യാൻ പറ്റില്ല. ഇനി എന്നോട് മത്സരിക്കാൻ ഒരിക്കലും തീരുമാനമെടുക്കരുത്. എന്റെ പത്ലു, നീ അടിച്ച് പൊളിച്ചു കളഞ്ഞല്ലോടാ. ഇത് ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ഫലമാണ്. ബോക്സറേട്ടന് എന്നെ പോലെ 4 പേരെ കാണാമായിരുന്നു. ആ മരുന്നിന്റെ ശക്തി ഇതാ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നീ ഒറ്റയ്ക്ക് തന്നെ ആയിട്ടാ എനിക്ക് കാണുന്നേ. നിന്റെ കാര്യം പോക്കാ പത്ലു. രക്ഷിക്കണേ.